ഈ വയനാട് ചൂരൽമല ദുരന്തത്തിൽ മാതാപിതാക്കളെയും പ്രതിശുദ്ധ വരനെയും നഷ്ടപ്പെട്ട ഒരു യുവതി ഉണ്ടായിരുന്നു. മലയാളിയുടെ കണ്ണുനീരായിരുന്നു. അവളുടെ പേര് ശ്രുതി. അതെ, അവളുടെ പ്രതിശുദ്ധ വരന്റെ പേര് ജെൻസൺ. അതെ. അപ്പോൾ അന്ന് വളരെയധികം ചർച്ചകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു പേരാണ് ശ്രുതി എന്ന് പറയുന്നത്. ശ്രുതിയുടെ ഇനിയുള്ള ജീവിതം എങ്ങനെയായിരിക്കും എന്നൊക്കെയുള്ള ആശങ്ക മലയാളിക്ക് ഉണ്ടായിരുന്നു. പക്ഷേ കേരള സർക്കാർ മുന്നോട്ട് വന്നു, അവൾക്കൊരു സർക്കാർ ജോലി നൽകി. അങ്ങനെ അവൾ ജീവിതം മുന്നോട്ട് പോകുന്നത് നമ്മൾ കണ്ടു. ഇപ്പോൾ സാമൂഹ്യ മാധ്യമങ്ങളിലും മറ്റും അവൾ നല്ല വസ്ത്രങ്ങൾ അണിഞ്ഞു പോസ്റ്റൊക്കെ ഇടുന്നുണ്ട്, നല്ല സന്തോഷവതിയായി കാണപ്പെടുന്നുണ്ട്. ലൈഫിൽ അവൾ മൂവ് ഓൺ ആയി എന്നുള്ള കാര്യം നമുക്ക് വ്യക്തമാണ്. പക്ഷെ അതിൽ ചില ആളുകൾ അസ്വസ്ഥരാണ്. അതായത് ഇവൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നത്, നല്ല ജോലി ചെയ്ത് ജീവിക്കുന്നത്, നല്ല ശമ്പളം, നല്ല ഭക്ഷണം കഴിക്കുന്നത്, ചിരിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്നത്, ഇതും ഒന്നും അവർക്ക് ഇഷ്ടപ്പെടുന്നില്ല. അവർ വിചാരിക്കുന്നത് ഇത് എന്തൊരു പെണ്ണാണ്. അതായത് നമ്മൾ പൊതുവെ കണ്ടിട്ടുണ്ട്. അതായത് ഒരു സ്ത്രീ എന്തെങ്കിലും ഒരു ദുഃഖത്തിലേക്ക് ഒരു നഷ്ടം അവൾക്ക് ഉണ്ടായിക്കഴിഞ്ഞാൽ എന്നും അങ്ങനെ ഒരു ദുഃഖ മൂകമായിട്ട് കാണണം അവളെ. അല്ലാതെ അവൾ എന്തെങ്കിലും ചിരിച്ചു കഴിഞ്ഞാൽ അവള് എന്താണ്, കള്ളിയാണ്, അല്ലെങ്കിൽ ഇവള് അഹങ്കാരിയാണ്, നമ്മളെ പറ്റിക്കുകയായിരുന്നു, ഇത്തരത്തിലൊക്കെ. അപ്പൊ എന്തായാലും അങ്ങനെയൊക്കെ കേൾക്കുന്നു. എന്തായാലും ഇവിടുത്തെ നാട്ടുകാരുടെ ഔദാര്യത്തിലല്ല ഇവർക്ക് സർക്കാർ ജോലി കിട്ടിയത്. അത് സർക്കാരിന്റെ ഒരു ഇത് തന്നെയാണ്, പദ്ധതി പ്രകാരമാണ് ജോലി കിട്ടിയത്. അപ്പൊ എന്തായാലും അതിൽ അസ്വസ്ഥരായിട്ട് പലരും കമന്റ് ഇടുന്നുണ്ട്. ഇവള് ഇങ്ങനെ ഇത് എന്താണ് നമുക്ക് ഇവള് എന്താണ് ഹിപ്പോക്രാറ്റാണ്, ഇരട്ടത്താപ്പ്, ഇങ്ങനെ ഇത് ഇടുന്ന നമ്മൾ വിചാരിക്കും ഈ അമ്മാവന്മാരൊക്കെ ആയിരിക്കും ഇത് ചെയ്യുന്നത്. അങ്ങനെയല്ല, ഇത് കമ്മികളാണ് ഇത് ചെയ്യുന്നത്. എനിക്ക് മനസ്സിലാവാത്തത് ഇവർക്ക് എന്താണ് ഈ സ്ത്രീയോടുള്ള വിരോധം എന്താണ്? വിജയ് പറഞ്ഞത് ശരിയാണ്. ശ്രുതി, ജെൻസൺ, ഈ രണ്ട് പേരുകൾ നമ്മൾ ജീവിതത്തിൽ ഈ ചൂരൽമല അല്ലെങ്കിൽ വയനാടിന്റെ നഷ്ടപ്പെട്ടു പോയവരെ കുറിച്ച് ഓർക്കുമ്പോൾ നമ്മൾ ഏറ്റവും ആദ്യം ഓർക്കുന്നത് ചിലപ്പോൾ ഇവരെ ആയിരിക്കും. കാരണം ശ്രുതിയുടെ അച്ഛനും അമ്മയും അടക്കം 9 പേരെയാണ്, കുടുംബത്തിൽ 9 പേരെയാണ് ശ്രുതിക്ക് ഒരുമിച്ച് നഷ്ടപ്പെട്ടത്. പിന്നീട് വിവാഹം ഉറപ്പിച്ചു വെച്ച ജെൻസൺ ശ്രുതിക്കൊപ്പം വന്നു, ശ്രുതിയെ കൈപിടിച്ച് ജീവിതത്തിലേക്ക് ഉയർത്തിക്കൊണ്ടുവന്ന് വിവാഹത്തിനുള്ള ഒരുക്കങ്ങൾ നടന്ന് ഏകദേശം അത് പൂർത്തിയായി വീട് മാറി താമസിക്കാനുള്ള ഒരുക്കത്തിൽ ഇവർ ഒരു സ്ഥലത്തേക്ക് യാത്ര പോയപ്പോഴാണ് ഈ ജെൻസൺ വാഹനം ഇടിച്ച് മരണപ്പെടുന്നത്. അങ്ങനെ വീണ്ടും മറ്റൊരു ദുരന്തം കൂടി അവളുടെ ജീവിതത്തിലേക്ക് വന്നു എന്നുള്ളതാണ്. പിന്നീട് ദുരന്തത്തിലായ ശ്രുതിക്ക് ആരും ഇല്ല എന്നുള്ളൊരു അവസ്ഥ വന്നപ്പോൾ സർക്കാർ അവളെ ഏറ്റെടുത്തു. സർക്കാർ റവന്യൂ ഡിപ്പാർട്ട്മെന്റിൽ ക്ലർക്കായി ജോലി കൊടുത്തു. അതിനുശേഷം ശ്രുതിയെ പിന്നെ നമ്മൾ ആരും കണ്ടിട്ടില്ല. ശ്രുതി പിന്നെ വാർത്തകളില്ല. പിന്നെ ചൂരൽമലയെ മറന്നു. അതിന്റെ പേരിൽ കോൺഗ്രസ് ഒക്കെ പിരിച്ചെടുത്ത ഫണ്ട് പോലും അവരെ മറന്നു. യൂത്ത് കോൺഗ്രസ് പിരിച്ചെടുത്ത ഫണ്ട് പോലും എവിടെയെന്ന് അവര് പോലും മറന്ന കേസാണ്. അപ്പൊ പിന്നെ അവിടുത്തെ പാവപ്പെട്ട ജനങ്ങളെ ആരും ഓർമ്മിക്കാനാണ്. അപ്പൊ അതൊക്കെ മറന്ന് ആളുകൾ ഇരിക്കുമ്പോഴാണ് ശ്രുതി ഇൻസ്റ്റഗ്രാമിൽ സജീവമായി ചിരിച്ചുകൊണ്ട് ഫോട്ടോ ഇടുന്നു. എപ്പോഴും ചിരിച്ചുകൊണ്ടുള്ള മുഖത്തോടെയുള്ള ശ്രുതിയുടെ ഫോട്ടോകൾ മാത്രമാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അപ്പൊ ഈ ഫോട്ടോകൾ കാണുമ്പോൾ സൈബർ ഇടത്തെ വെട്ടുക്കിളികളുണ്ടല്ലോ, ഇവർക്ക് അങ്ങോട്ട് കൊണ്ടളകുകയാണ്. ഇവൾ അഹങ്കാരിയാണ്, ഇവർക്ക് ജോലി കൊടുക്കാൻ പാടില്ല, അർഹതപ്പെട്ട എത്രയോ പേര് ഇവിടെ ഉണ്ട്, അവർക്കാണ് ജോലി കൊടുക്കേണ്ടത്, ഇവരിലൊരു വിധവയല്ലേ, ഇവർക്ക് ജനിതം നഷ്ടപ്പെട്ടതിൽ ഒരു വേദനയുമില്ല, ഒരു സങ്കടവുമില്ല, ഇവൾ അന്ന് കാണിച്ചതൊക്കെ അഭിനയമാണ്, ഇവളെ വെറുതെ വിട്ടുകൂടാ, ഇവളെ ജോലി തിരിച്ചെടുക്കണം, ഇവളെ വീണ്ടും അനാഥയാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് ഈ എന്താ പറയുക, ഭയങ്കരമായ രീതിയിൽ ഇങ്ങനെ ഈ വെട്ടുക്കിളിക്കൂട്ടങ്ങൾ ആക്രമിക്കുകയാണ് ശ്രുതിയെ. അപ്പോ ഈ ശ്രുതി എപ്പോഴും പറയുന്ന ഒരു കാര്യമുണ്ട്. ജെൻസൺ ജീവിച്ചിരുന്ന സമയത്ത് അയാൾ എപ്പോഴും പറഞ്ഞത്, നിന്റെ ചിരിക്കുന്ന മുഖമാണ് എനിക്ക് എപ്പോഴും കാണേണ്ടത്, നീ ഒരിക്കലും ദുഃഖത്തിലാവുന്നത് എനിക്ക് കാണാൻ ഇഷ്ടമല്ല, നീ ചിരിക്കുക, ചിരിച്ചോണ്ടിരിക്കുക എന്നുള്ളതാണ്. അപ്പോ അവള് ഇതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല, ഈ കമന്റുകളെയോ ഈ ആക്രമണങ്ങളെയോ ഒന്നും ഈ കുഞ്ഞു മൈൻഡ് ചെയ്യുന്നില്ല. 24 വയസ്സുള്ള ഒരു പെൺകുട്ടിയാണ്. അപ്പൊ ആ പെൺകുട്ടി 24 വയസ്സിൽ എന്താ പറയാ, അനുഭവിക്കേണ്ടതിന്റെ മാക്സിമം വേദനയും അനുഭവിച്ചു കഴിഞ്ഞു. ഇനി ഇതിൽ കൂടുതലൊന്നും അത് അനുഭവിക്കാനില്ല. അപ്പൊ പിന്നെ ഈ പറയുന്ന പുഴുക്കളുണ്ടല്ലോ, ഈ എന്താ പറയുക, ഈ ചൊറിയണ പുഴുക്കൾ ഇവര് പറയുന്ന ഘട്ടത്തൊന്നും ഇവരുടെ ചെലവിലാണ് ജോലി വാങ്ങിച്ചു കൊടുത്തത്, ഇവര് ആണ് ഇറങ്ങി ജോലി വാങ്ങിച്ചു കൊടുത്തത്. അതായത് ഇവർക്ക് അർഹത ഇല്ലെന്നാണ് പറയുന്നത്. അപ്പൊ നമ്മൾ വിചാരിക്കും ശരിയാണ്, അർഹതയുള്ള ഒരുപാട് പേരുണ്ട്. പക്ഷെ അർഹത കൊടുക്കാൻ ആരാണ്? ഇവരാണ് പീഡനത്തിന്റെ തീവ്രത അളക്കുന്ന മിഷ്യൻ ഉള്ളവരുടെ കയ്യില് ഈ അർഹതയുടെ മിഷ്യൻ ഉണ്ടാവുമെന്ന് വിചാരിക്കണം നമ്മൾ. അപ്പോ ഈ പെൺകൊച്ചിനെ ഇവിടെ ആരുടെയും കാല് നക്കി ജോലി വാങ്ങിയതല്ല, കൊടി കാണിച്ചും നാട്ടുകാർ അടിച്ചു വാങ്ങിച്ച പിൻവാതിലൂടെ അല്ല ജോലി വാങ്ങിച്ചത്. ജോലി വാങ്ങിച്ചത് അതിന്റെ അവസ്ഥ കണ്ടിട്ട് സർക്കാർ അവൾക്ക് കനിഞ്ഞു കൊടുത്ത ജോലിയാണ്. പിന്നെ ഈ PSC ഒക്കെ എഴുതി ജോലി വാങ്ങിക്കണവന്മാര് ഈ കിടന്ന് പോലീസ് എന്നും പറഞ്ഞ് ജനങ്ങളെ ദ്രോഹിക്കുന്നതൊക്കെ കാണുന്നില്ലേ? യവന്മാരെയൊക്കെ ആദ്യം അടിച്ച് കണ്ണമഴ ഓടിക്കണ്ടേ? യവന്മാരെയൊക്കെ ഈ കാണിക്കുന്ന ഈ ചൊറിയണം, ഒരു പോലീസുകാരൻ ചൊറിയണം വരുത്തേക്കോ അവന് അത് പ്രതികളുടെ ഇത് സിനിമയിൽ കാണിക്കുമ്പോൾ നമ്മൾ ഇരുന്ന് കൈ കൊട്ടിയിട്ടില്ലേ?
അതെ. നമ്മൾ സിനിമയിൽ പോലീസുകാരൻ ഈ ചൊറിയണ മാരി തേക്കുന്ന ആക്ഷൻ ഹീറോ ബിജുമാരെ നമ്മൾ കണ്ടിട്ട് തിയേറ്ററിൽ ഇരുന്ന് കൈയടിച്ച് വിടുന്നില്ലേ? അപ്പൊ അത് നമ്മൾ ഉത്തരവാദികളാണ്. അല്ല, ആക്ഷൻ ഹീറോ ബിജു എന്ന് പറയുന്ന സിനിമ, ബിജു ആ പോലീസ് ഉദ്യോഗസ്ഥൻ പാവങ്ങൾക്ക് വേണ്ടി കൂടി നിൽക്കുന്ന ആളാണ്. അല്ല, ഇത് സിനിമയിൽ എങ്ങനെ കാണിക്കും? അപ്പൊ ഈ പോലീസുകാരന്റെ ജോലി എന്ന് പറഞ്ഞാൽ ഇതല്ല, ഈ ഇങ്ങനെ മനുഷ്യരെ നമ്മുടെ നെഞ്ഞത്തോട്ട് കയറുക എന്നുള്ളത്. അല്ല, അത് ഏറ്റവും ചിറ്റെന്തെന്ന് പറയുക, കേരളത്തിലെ എല്ലാ പോലീസ് സ്റ്റേഷനും ജനമൈത്രി പോലീസ് സ്റ്റേഷൻ. പക്ഷെ ഇപ്പൊ അത് ഇടിമൈത്രി പോലീസ് സ്റ്റേഷൻ എന്നുള്ളത് മൈത്രി എന്നല്ല പറയേണ്ടത്, അത് വാക്ക് ഇവിടെ SFI ഉള്ള കോളേജുകളിൽ ഇടിമുറി ഉണ്ട്. ഉണ്ട്. ഇതുപോലെ പോലീസ് സ്റ്റേഷൻ ജനമൈത്രി ആയിട്ട് ഇപ്പൊ എനിക്ക് തോന്നുന്നു 10-15 വർഷത്തോളം ആവുന്നുണ്ട്. എന്തായാലും ആ ഒരു ഇത്രയും ആയിട്ടും നമുക്ക് ഇപ്പോഴും പോലീസ് സ്റ്റേഷൻ എന്ന് പറഞ്ഞാൽ ഭയമാണ്. ഒരു പരാതി കൊടുക്കാൻ പോകുന്ന പോലും ഒരു സാധാരണക്കാരന് ഭയമാണ്. അതായത് മറ്റേതൊരു സർക്കാർ ഓഫീസിൽ പോകുന്ന പോലെയാണോ പോലീസ് സ്റ്റേഷൻ? അല്ല, തീർച്ചയായിട്ടും അവിടെ ഭയമുണ്ട്. നമുക്ക് അവിടെ ചെന്നാൽ ഒരു ആശങ്കയുണ്ട്, ഒരു പതർച്ചയുണ്ട്. എവിടെ ഇരിക്കണം, എന്ത് കസേരയിൽ ഇരിക്കാൻ പറഞ്ഞാൽ ഇരിക്കണോ, പറയാതെ ഇരിക്കാമോ, ഇങ്ങനെയൊക്കെ കണ്ണാടി ഉണ്ട്, നോക്കി മുടിയൊന്ന് ചെയ്യാമോ, ഇങ്ങനെ മറ്റേ കോൺസ്റ്റബിൾ പോകുമ്പോ സാറേ ആക്കിയില്ലെങ്കിൽ അയാൾക്ക് ദേഷ്യം വന്ന് വല്ല കള്ളക്കേസിലും കൊടുക്കുവോ, ഇങ്ങനെയൊക്കെയാണ്. പിന്നെ പോലീസ് സ്റ്റേഷൻ ഉള്ളിലേക്ക് ഇറങ്ങുമ്പോൾ തിരിഞ്ഞും പിടിക്കും നാട്ടുകാരെങ്കിലും കാണുന്നുണ്ടോ പോലീസ് സ്റ്റേഷനിലേക്ക്. ഇപ്പോഴും ആളുകളുടെ ചിന്ത പോലീസ് സ്റ്റേഷനിൽ കയറി പോകുന്ന പ്രതികൾ മാത്രമാണ് എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെയും അപ്പൊ അത്തരം ആളുകൾക്ക് ജോലി കൊടുക്കുന്നിടത്ത് ശ്രുതിയെ പോലുള്ളവർക്ക് ജോലി കൊടുത്താൽ ആ കൊച്ച് അതിന്റെ മുന്നിൽ വരുന്ന ആപ്ലിക്കേഷൻസ് ഒക്കെ പിന്നെ കൃത്യമായി പോകേണ്ടതാണെങ്കിൽ അത് അതിന്റെ മനുഷ്യത്വം വെച്ച് അത് ചെയ്യാനുള്ള പണികളൊക്കെ ചെയ്യും. ഇതുപോലെയാണ് കെവിൻ, പിന്നെ നീന. കെവിൻ മരിച്ചപ്പോൾ നീനു കുടുംബത്തിനോടൊപ്പം നിന്ന്. ഇപ്പോ നീനു കെവിന്റെ കുടുംബത്തെ നോക്കുന്നില്ല, അവൾ അങ്ങനെയാണ് ഇങ്ങനെയാണ് അഹങ്കാരിയാണ്, പിന്നെ ഇതൊക്കെ അഭിനയമല്ലേ എന്നൊക്കെ ചോദിച്ചു. ആ പെങ്കൊച്ച് ഇപ്പൊ ഇടയ്ക്ക് വിവാദമൊക്കെ വന്നു. ആ പെങ്കൊച്ചിന്റെ കല്യാണമൊക്കെ കഴിഞ്ഞു, അവളിപ്പോ കെവിന്റെ കുടുംബത്തെ നോക്കുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ആ പെങ്കൊച്ച് ഇപ്പൊ കേരളത്തിന് പുറത്തെവിടെയോ ആണ് താമസിക്കുന്നത്. അപ്പോ ഇത്തരത്തിൽ വിധവകളായ പെൺകുട്ടികൾ ചിരിക്കാൻ പാടില്ല, പിന്നെ സന്തോഷിക്കാൻ പാടില്ല, നല്ല വസ്ത്രം ഇടാൻ പാടില്ല, ആഹാരം കഴിക്കാൻ പാടില്ല. അവരെപ്പോഴും വെള്ള തുണിയും ഉടുത്ത്, വെള്ള സാരിയും ഉടുത്ത് കരഞ്ഞ് നിലവിളിച്ച് വീടിനകത്ത് എപ്പോഴും ഇങ്ങനെ അടഞ്ഞ് ചതഞ്ഞ് മരണം വരെ ഇവരിങ്ങനെ ചടഞ്ഞു കൂടി അങ്ങനെ ഇരിക്കണം. എങ്കിൽ അവന്മാർക്ക് സന്തോഷമാവും. കാരണം അത് കാണുമ്പോ കണ്ട അവള് ഇങ്ങനെയല്ലേ ഇരിക്കുന്നത്, അവള് ഭർത്താവ് മരിച്ചിട്ട് ഇങ്ങനെ ഇരിക്കുന്ന കണ്ട എന്നൊക്കെ ചോദിച്ച് സന്തോഷമാവും. മറ്റത് അവള് ചിരിക്കുകയോ അവള് ഒരു നല്ല ഡ്രസ്സ് ഇടുകയോ നല്ല ആഹാരം കഴിക്കുന്നതിന്റെ ഫോട്ടോ ഇടുകയോ അവൾ ഏതെങ്കിലും യാത്ര ഈ ചിരിച്ച് സന്തോഷിച്ചെന്ന് പറഞ്ഞ ഈ കൊച്ചിന്റെ മനസ്സിൽ നിന്ന് ആ ഓർമ്മകളൊന്നും പോകുന്നില്ല. അത് പോകണം. അവളെ സ്നേഹിക്കുന്നവർക്ക് വേണ്ടിയാണ് അവള് 24 മണിക്കൂറും ചിരിച്ച് ആ ഫോട്ടോ ഇട്ട് അവളുടെ ദുഃഖങ്ങൾ അവൾ ഉള്ളിൽ ഒതുക്കിക്കൊണ്ടാണ് ഈ ചിരിക്കുന്നതെന്ന് ഈ മണ്ടന്മാർക്ക് മനസ്സിലാവുന്നുണ്ടോ എന്നുള്ളതാണ്.